ഇങ്ങനത്തെ ഒരു ആറ്റമൈസർ നിങ്ങൾ വേറെ എവിടെയും കാണാൻ വഴിയില്ല. കണ്ടാ, ഞാൻ നിർത്തണം എന്ന് വിചാരിക്കുമ്പോൾ ഈ സ്പ്രെയർ നിൽക്കുള്ളൂ. കണ്ടോ, ഇതാണ് എയറോഫ്യൂസ് ഡിഫ്യൂഷൻ ടെക്നോളജി. ബാക്കി ഞാൻ പറഞ്ഞുതരാം. വാ, നോർമൽ പെർഫ്യൂംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് പെർഫ്യൂംസിനും നമുക്ക് കിട്ടുന്നത് 10 ടൈംസ് പ്രൊജക്ഷനും 3 ടൈംസ് ലോങ്വിറ്റിയാണ്. അതെന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. വാ, എയറോഫ്യൂസ് ഡിഫ്യൂഷൻ ടെക്നോളജി. ഈ ഒരു ടെക്നോളജിയാണ് ഈ പെർഫ്യൂം യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് അവർ നമ്മുടെ ഓരോ സ്പ്രേയിലും അതിൻ്റെ പെർഫ്യൂം ഡ്രോപ്ലെറ്റ്സ് അത്രയും ടൈനി പാർട്ടിക്കിൾസ് ആവും. എന്നിട്ടാണ് നമ്മുടെ ഡ്രസ്സിലും നമ്മുടെ സ്കിന്നിലും വന്നത് ഈ വീഴുന്നത്. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ ഡിഫ്യൂസ് ആവും നമ്മുടെ സ്കിന്നും ഡ്രസ്സൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ പ്രൊജക്ഷനും കൂടുതൽ ലാസ്റ്റിങ്ങും കിട്ടാനായിട്ടുള്ള റീസൺ അതുകൊണ്ടാണ്. ഈ സബ്മറൈനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് അക്വാട്ടിക് നോട്ട്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഓഫീസിൽ ജിമ്മിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പെർഫ്യൂമാണ് സബ്മറൈൻ. ആറ്റോമിക് എന്നൊക്കെ പറയുമ്പോൾ നല്ല ബോൾഡ്, എനർജറ്റിക്, നല്ല കിടിലൻ ഫ്രാഗ്രൻസ് ആണ് അവർ ആറ്റോമിക്കിന് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് പാർട്ടീസിനൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ നോക്കുന്നവർക്ക് ആറ്റോമിക് പർച്ചേസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അഡീഷണൽ ഫ്രീബീസും ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ. സോ തീർച്ചയായും അവരുടെ വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ക്യാപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നതായിരിക്കും. സോ ഇനി ഇതുപോലത്തെ കിഡിലൻ പെർഫ്യൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.